എല്ലാവർക്കും നമസ്കാരം. ആശാസ് ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൺഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്. 7:30 സ്കൂളിലെത്തണം. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ദോശയാണ്, അതുപോലെ തക്കാളി കറി വെച്ചു. ഉപ്പേരിക്ക് കായയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്കൂളിലെത്തി. വണ്ടിയൊക്കെ ഓഫ് ചെയ്ത് ഞാൻ മെല്ലെ ഓഫീസിൻ്റെ അവിടേക്ക് നടന്നു ചെല്ലുകയാണ്. ഇത് ഞങ്ങളുടെ ആശ ടീച്ചറാണ്, PE ടീച്ചറും കൂടിയാണ്. അതുപോലെ ഇത് നിസ ടീച്ചർ, കമ്പ്യൂട്ടർ ടീച്ചറാണ്. അവർ എനിക്ക് വിഷ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓഫീസിൻ്റെ ഡോറ് തുറന്ന് ഞാൻ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അതുപോലെ ഞങ്ങൾക്ക് അവിടെ ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ട്. ഞാൻ ഡെയിലി അവിടെ വിളക്ക് കത്തിച്ചിട്ടേ മറ്റു ഡ്യൂട്ടിയിലേക്ക് കിടക്കാറുള്ളൂ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. ഞാൻ എൻ്റെ ഫ്രിസ്കിൻ ഡ്യൂട്ടി ഉണ്ട് എനിക്കും ആശ ടീച്ചർക്കും കൂടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് വിഷ് ചെയ്തിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഡെയിലി ബി ഹാപ്പി പറയുന്ന ഒരു പൊന്നു മോനാണ് കേട്ടോ. അതുപോലെ ഇന്നൊരു വിശേഷമുണ്ട്. ഞങ്ങളുടെ മാനേജർ സാറുടെ മോനൊരു ഉണ്ണിവാവി ഉണ്ടായ ദിവസമാണ്. അപ്പോൾ സാറ് സ്കൂളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓരോ ബ്ലോക്കിലേക്ക്, ഓരോ സ്റ്റാഫ് റൂമിലേക്ക് ചേച്ചിമാർ ലഡു കൊണ്ടുപോവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീന ഭക്ഷണം കഴിക്കാൻ പോയി, ചോളി ചേച്ചി ഭക്ഷണം കഴിക്കാൻ പോയി. അതുപോലെ തന്നെ ഗ്രീഷ്മ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ. കുറച്ച് നേരത്തെ ഞാൻ കഴിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 3:15 സ്കൂൾ വിട്ടു. എല്ലാ കുട്ടികളും പോയി. ഞാൻ 3:30 കൂടിയിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ വണ്ടിയുടെ അടുത്ത് വന്ന് എൻ്റെ ബാഗും സാധനങ്ങളൊക്കെ വണ്ടിയുടെ ഉള്ളിൽ വെച്ചു. വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവണം കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി പോരുന്ന വഴിയിൽ ഞാൻ ഈ ഗാർഡൻ്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്, ഈ പൂക്കളുടെയൊക്കെ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ രാവിലെ ഏർലി മോർണിംഗിൽ ഞാൻ സ്കൂളിലേക്ക് വരുമ്പോൾ ചേച്ചിമാർ ചെയ്യണ വർക്കുകളാണ് കേട്ടോ. 3-4 ചേച്ചിമാർ ഇരുന്നിട്ട് അവിടെ ഇതൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗശൂന്യമായി കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പൂക്കളുടെ നോക്കി ഡിസൈൻ ചെയ്ത്. ഇത് കുപ്പികളാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറേ കുപ്പികളൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയുന്നേക്കാളും നല്ല ഒരു കാര്യമാണ് ഈ ചേച്ചിമാർ ചെയ്യാനായിട്ട്. ആ കുപ്പികളൊക്കെ പെറുക്കിയിട്ട് കൊണ്ടുവന്ന് പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ നിറച്ച് ചുറ്റും ഇതിങ്ങനെ നമ്മൾ ഇഷ്ടിക വെച്ച് ചെയ്യില്ലേ, അതേപോലെ കുപ്പികൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്യണത് കേട്ടോ. എന്ത് രസമായിട്ടാണ് അവർ ചെയ്തത്. അതുപോലെ നമ്മൾ ഈ തെങ്ങൊക്കെ മുറിച്ചിട്ട് നമ്മളിത് കളയും, അത് വെറുതെ ഉപേക്ഷിച്ച് കളയും, അത് പാഴാക്കി കളയും. പക്ഷെ അവർ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൂട്ടായി ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ ചെടിച്ചട്ടിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ 4 മണിയൊക്കെ വെച്ചൊക്കെയാണ്. എന്ത് രസമാണ്. ഇതൊക്കെ കുപ്പിയാണ് കേട്ടോ. കുപ്പിയിൽ പെയിൻ്റ് അടിച്ചിട്ട്, അതുപോലെ നമ്മൾ കളയുന്ന ടയറുകൾ, ആ ടയറുകളിൽ മണ്ണ് നിറച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ചെടി വെച്ചൊക്കെയാണ്. അത് കണ്ടോ. അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വരെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ ചേച്ചിമാരോട് ഇന്നേ വരെ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ടൈമില്ല കേട്ടോ. അവരുടെ അടുത്ത് സംസാരിച്ച് വരുമ്പോൾ എൻ്റെ ടൈം കഴിയും. കണ്ടോ, ബട്ടർഫ്ലൈ ഉണ്ടാക്കി വെച്ചേക്കണേ കണ്ടോ. കുപ്പി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെടി വെച്ചേക്കണേ. എന്ത് രസമാണല്ലേ. ചേച്ചിമാരുടെ ഒരു കഴിവ് അപാരം തന്നെ. അതുപോലെ തന്നെ കണ്ടോ, ഇത് കല്ലുകൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മുള കൊണ്ട് കണ്ടോ, മുള ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ചെടിച്ചട്ടി വെച്ചിട്ട് 4 മണി വെച്ചേക്കാണ്. ഇങ്ങനെ ഹൈറ്റ് കൂടി അതിന് ഹൈറ്റ് കുറഞ്ഞ് അങ്ങനെ ഡിസൈൻ ചെയ്ത് ഹാർട്ട് ഷേപ്പിൽ കുപ്പി കൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടി വെച്ചിട്ടില്ല. അതുപോലെ കണ്ടില്ലേ ഇങ്ങനെ കൊട്ട പോലെ, അത് നമ്മുടെ ടയറാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ അതിൻ്റെ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് അവർ മറ്റേ സൈക്കിളിൻ്റെ ട്യൂബ് ഉപയോഗിച്ചിട്ടാട്ടോ ചെയ്തേക്കണേ. എന്ത് രസമല്ലേ. ചേച്ചിമാരോട് ഒരു ദിവസം ഞാൻ സംസാരിക്കുന്നുണ്ട് അവരുടെ അടുത്ത്. ടൈം നോക്കണം. അതൊക്കെ സാറ്റർഡേസൊക്കെ പറ്റുള്ളൂ. സ്കൂളില്ലാത്ത ദിവസമാണ് എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് അതിവിശാലമായിട്ടുള്ള പാടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈവനിങ് സമയത്ത് വെയിലൊക്കെ ആറിയതിന് ശേഷം ഒരു 5:30-6 മണിയോട് കൂടിയിട്ട് അവിടെ വന്നിരിക്കുക നല്ലൊരു വൈബാവും. നല്ല രസമാവും കേട്ടോ അവിടെ വന്നിരിക്കുക. നമ്മൾ പ്രകൃതിയെ എങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുക ഒരു സുഖം തന്നെയാണ് കേട്ടോ. നമ്മൾ പറയില്ലേ, യൂണിവേഴ്സിനോട് നമ്മൾ കുറച്ച് നേരം നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുക, യൂണിവേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുക, കണ്ണടച്ച് കൊണ്ടിരുന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ് ഇതിവിടെ കേട്ടോ. ഇത് ഈ ഓപ്പോസിറ്റ് തോടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ തോടാണ്. ആ തോടിൻ്റെ ഓപ്പോസിറ്റ് പാടാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റും പാടാണ്. ഇങ്ങനെ പാടെന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള ഒരു പാടം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ
പച്ചപ്പ് വിരിച്ചിട്ട് കണ്ട എന്ത് രസമാണ്, നിങ്ങൾ കണ്ടാൽ മതി. കാണും നോക്കൂ, എന്തൊരു ഭംഗിയല്ലേ. അപ്പം എൻ്റെ വണ്ടി ഇവിടെ ആ കലിങ്കുമ്മൽ മോർണിംഗിൽ കുറേ അച്ചാച്ചന്മാർ അവിടെ ഇരിക്കണ കാണാം. രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ 7:30 ആകുമ്പോൾ എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് കാലാവസ്ഥ എന്ന് വെച്ചാൽ കാറ്റും മഞ്ഞും നല്ലൊരു ഇതാണല്ലേ. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ കയറി ഞാൻ കോളേജിലെത്തി. അവിടുന്ന് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് ഞാൻ മെല്ലെ ഹസ്ബൻഡിനെ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടി. അപ്പം ഞാൻ ഹസ്ബൻഡും കൂടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, അതുപോലെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൻ ഞെക്കണം കേട്ടോ. താങ്ക് യു.